അറിവിലിരുന്നപരത്വമാർന്നിടാതെ ഈ അറിവിനെയിങ്ങറിയുന്നതെന്നിയെ താൻ പരവശനായി അറിവീല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ ബഹിർമുഖമാക്കി ബ്രഹ്മാവ് നമ്മെ ശിക്ഷിച്ചു എന്ന് ഒരു ഉപനിഷത്തിൽ പറയാറുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് മനസ്സിനെയും ബുദ്ധിയെയും കൂട്ടിച്ചേർക്കാം. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കരുവിൻ്റെ തന്നെ ആവിഷ്കാരങ്ങളാണെങ്കിലും അതിൻ്റെ അന്വേഷണങ്ങൾ എന്നും ബഹിർമുഖമായിരുന്നു. ശരീരത്തിൻ്റെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കും വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് കൂടുതൽ സമയവും മനുഷ്യന് നടത്തേണ്ടി വന്നിട്ടുള്ളത്. മറ്റ് ജീവജാലങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യനിൽ തന്നെയുള്ള ആധിപത്യ സ്വഭാവമുള്ള അക്രമ സ്വഭാവമുള്ള മനുഷ്യരിൽ നിന്നുമൊക്കെ തൻ്റെ തടിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി, തൻ്റെ ജീവനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി നിരന്തരം ബഹിർമുഖമായ അന്വേഷണങ്ങൾ നടത്തുന്നതിനായി ഒരർത്ഥത്തിൽ അതിനായി തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് പോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്നത്. അത് ചുറ്റുപാടുകളിലേക്ക് ആനന്ദം തേടി അന്വേഷിക്കാൻ വേണ്ടി രൂപപ്പെട്ടതല്ല, മറിച്ച് തൻ്റെ നിലനിൽപ്പും തുടർച്ചയും സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് നമുക്ക് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. തൻ്റെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കും തടസ്സമായി വരുന്ന ശത്രുക്കളെ കാണാനും ശത്രുവിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാനും തൊട്ടറിയാനും കണ്ടറിയാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനുമൊക്കെ ആണ് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമൊക്കെ പ്രത്യക്ഷത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. അതൊരു തെറ്റല്ല, അതാണ് ശരിയായിരിക്കുന്നത് ഭൗതികമായിട്ട്. പക്ഷെ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. ഭൗതികമായി എൻ്റെ ശരീരം, എൻ്റെ ജീവൻ ഒരിടത്ത് സുരക്ഷിതമായിരിക്കുന്ന അന്തരീക്ഷത്തെ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും രൂപപ്പെടുത്തിയെടുത്തതിന് ശേഷവും തുടരുന്ന അസ്വാസ്ഥ്യങ്ങൾ നമുക്ക് ഏറെയാണ്. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രാഥമികമായ ഉത്തരവാദിത്വം ഭൗതികമായ ഈ ലോകത്ത് ഭൗതികമായ തൻ്റെ ശരീരത്തെ കേടുപാട് കൂടാതെ ആ ജീവന് യാതൊരു തരത്തിലുമുള്ള പ്രയാസങ്ങളും ഏൽപ്പിക്കാതെ നിലനിർത്താൻ വേണ്ടിയുള്ള സാഹചര്യമൊരുക്കലാണ് എന്നത് തന്നെയാണ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സ്വഭാവമെന്നിരിക്കെ അതിലൂടെ നടത്തുന്ന അന്വേഷണങ്ങളിലൂടെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതോ അത് കഴിഞ്ഞ് രൂപപ്പെട്ടു വരേണ്ടതോ ആയതിനെ തേടാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയലോകങ്ങളെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്, മനസ്സിലൂടെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്, ബുദ്ധിയിലൂടെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും അനുഭവിക്കുന്ന ലോകങ്ങളെ വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള അന്വേഷണങ്ങളുടെ പൂർത്തീകരണം ഒരിക്കലും സംഭവിക്കില്ല എന്നത് നമ്മുടെയൊക്കെ അനുഭവമാണ്.
ഓരോ ഇന്ദ്രിയാനുഭവത്തിന് ശേഷവും, ഓരോ മാനസികാനുഭവത്തിന് ശേഷവും, ഓരോ ഭൗതികാന്വേഷണത്തിന് ശേഷവും അവശേഷിക്കുന്ന മിസ്സിംഗ് ലിങ്കുകൾ ഒരുപാട് നമ്മുടെ ബോധത്തിലുണ്ട്. പോരാ പോരാ എന്ന് പറയുന്ന, കണ്ണിന് എത്ര കാഴ്ച കണ്ടാലും, എത്ര മനോഹരമായ കാഴ്ച കണ്ടാലും അതിനപ്പുറത്തുള്ള കാഴ്ച കാണണം, അതിനേക്കാൾ സുന്ദരമായ ഒരു കാഴ്ച അപ്പുറത്തുണ്ട്, അതിനേക്കാൾ സുന്ദരമായ ഒരു കാഴ്ച അതിൻ്റെ അപ്പുറത്തുണ്ട് എന്ന് നിരന്തരം ആധി പൂണ്ട് കാഴ്ചകൾക്ക് പിന്നാലെ പായുന്ന ഒരു സ്വഭാവമാണ് സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ നമുക്ക് പലപ്പോഴും പ്രദാനം ചെയ്യുന്നത്. സുന്ദരമായിട്ടുള്ളൊരു വാക്ക് കേട്ടാൽ അതിനേക്കാൾ നല്ല വാക്ക് കേൾക്കണം, അതിനേക്കാൾ നല്ല വാക്ക് കേൾക്കണം. ഐന്ദ്രികമായി നമുക്ക് ലഭ്യമാകുന്ന സംതൃപ്തിയുടെ ലോകത്തിൽ നിന്ന് തന്നെ കൂടുതൽ അസംതൃപ്തമായ മറ്റൊരു അന്വേഷണം കൂടി വ്യാപിച്ചു വരുന്നുണ്ട് എന്നത് നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത ഒരിടമാണ്. കാഴ്ചകൾ പകരുന്ന സമാധാനം, തനിക്ക് വെളിയിലിരിക്കുന്ന കാഴ്ചകൾ പകരുന്ന സമാധാനം തന്നിൽ ആഴമേറിയ സമാധാനത്തെ സമ്മാനിക്കുമെന്ന് കരുതുന്നത്, തനിക്ക് വെളിയിലിരിക്കുന്ന ശബ്ദങ്ങൾ തൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന നാദാത്മകത കൂടുതൽ ആഴമേറിയ ഒരു സ്വാസ്ഥ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നത്, അതീവ ധ്യാനാത്മകമായ ഒരു ബോധതലത്തിലേക്ക് നമ്മളെ ഉണർത്തിക്കൊണ്ടുപോകുന്ന സ്പർശങ്ങൾ കൂടുതൽ ആഴമേറിയ ധ്യാനാത്മകതയിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്ക് തോന്നുന്നത്, നമ്മുടെയൊക്കെ മനസ്സിനെ അതീവ ഹൃദ്യമായ രീതിയിൽ സ്പർശിക്കുന്ന സ്നേഹത്തിൻ്റെ മൃദുലമായ ആ സ്പർശം, കൂടുതൽ കൂടുതൽ സ്നേഹം ലഭിച്ചാൽ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് തനിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നിക്കുന്നത്, ബുദ്ധിപരമായ അന്വേഷണങ്ങളിലൂടെ പ്രപഞ്ചങ്ങൾക്കൊക്കെ പിന്നിലിരിക്കുന്ന രഹസ്യത്തിലേക്ക് വിചാരം ചെയ്ത് കടന്നുപോയി നമ്മുടെ ബോധത്തിൽ ഉണർന്നു വരുന്ന അനുഭൂതിയുടെ ദിവ്യസ്പർശങ്ങൾ അനുഭവിക്കുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി വിചാരം ചെയ്ത് കടന്നുപോയാൽ, വിഷയങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യത്തെ ബുദ്ധിപരമായി അറിഞ്ഞാൽ, വിജ്ഞാനപ്രദമായ അറിവുകളുടെ സമ്പാദനം കൊണ്ട് കുറച്ചുകൂടി ആഴമേറിയ ധ്യാനാത്മകമായ ഹൃദ്യമായ സമാധാനത്തിലേക്ക് കടന്നു പോകാൻ കഴിയും എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, ഇതെല്ലാം മിഥ്യയാണ് എന്നാണ് ഗുരുവിന് പറയാനുള്ളത്. ഇതെല്ലാം പകർന്നു തരുന്ന സമാധാനം സത്യമായിരിക്കുമ്പോഴും കാഴ്ചയിലാണ്, കേൾവിയിലാണ്, സ്പർശത്തിലാണ്, രുചിയിലാണ്, വാക്കിലാണ്, മനസ്സിലാണ്, ബുദ്ധിയിലാണ് സമാധാനത്തിൻ്റെ കരു ഇരിക്കുന്നത് എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അന്വേഷണമെന്നും പുറത്തെവിടെയോ ഒരു സത്യം ഇരിക്കുന്നുണ്ട്, പുറത്തെവിടെയോ ഒരു അറിവിരിക്കുന്നുണ്ട്. താൻ അന്വേഷിക്കുന്നതായ കരു, താൻ അന്വേഷിക്കുന്നതായ അറിവ് തൻ്റെ ഇന്ദ്രിയങ്ങൾക്കും തൻ്റെ ബുദ്ധിക്കും തൻ്റെ മനസ്സിനും വിഷയമായി എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന പരതലിൽ മാത്രം ഒടുങ്ങിപ്പോകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഉപനിഷത്ത് ഗുരുക്കന്മാർക്കായാലും നാരായണ ഗുരുവിനായാലും അറിവിൻ്റെ ആഴങ്ങളെ സ്പർശിച്ചിട്ടുള്ള ഏത് മഹാത്മാക്കൾക്കായാലും നമ്മളോട് പറയാനുള്ളത്. എന്നാൽ നമ്മളൊരു കാഴ്ച കാണുമ്പോൾ ആ കാഴ്ച പകരുന്ന സമാധാനം അനുഭൂതി ഇല്ലാത്തതാണ് എന്നാണോ? ഒരിക്കലുമല്ല. നമ്മളൊരു കേൾവി, അതിമനോഹരമായ ഹൃദ്യമായ ഒരു സംഗീതധാരയ്ക്ക് മുൻപിൽ നമ്മുടെ ഹൃദയം വിനീതമായി പോകുമ്പോൾ ആ സംഗീതാത്മകത തെറ്റാണെന്നാണ്? ഒരിക്കലുമല്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ഏറ്റവും സ്നേഹത്തോടെ നമ്മെ സ്പർശിച്ച് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ഏകാത്മകതയുണ്ട്, ഒരു ധന്യതയുണ്ട്. അത് ഇല്ലാത്തതാണ് എന്നാണോ? ഒരിക്കലുമല്ല. വിഭാഗീയതയുണ്ടാക്കുന്ന അറിവുകളിൽ നിന്ന് സമയെ ഉണർത്തുന്ന അറിവുകളിലേക്ക് വിചാരം ചെയ്തു പോയി താനും ഈ പ്രപഞ്ചവും
ഈ പ്രപഞ്ചത്തെയും തന്നെയും അറിയിച്ചു തരുന്ന അറിവുമെല്ലാം ഒന്നായിരിക്കുന്നു എന്ന ഒരു അറിവ് ബുദ്ധിപരമായി എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ വൈചാരികമായ ഒരു അനുഭൂതിയുടെ ലോകത്തിൽ ഞാൻ അമർന്നു പോവാറുണ്ട്. വളരെ ധ്യാനാത്മകമായ ആ വൈചാരിക അനുഭൂതി കുറഞ്ഞതാണെന്നാണോ? ഒരിക്കലുമല്ല. ആഴമേറിയ സമാധാനങ്ങളെ സമ്മാനിക്കുന്നത് തന്നെയാണ് എല്ലാ ഐന്ദ്രികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള അനുഭവങ്ങൾ, അനുഭൂതികൾ എല്ലാം തന്നെ. പക്ഷേ കാഴ്ചകൾ ആഴമേറിയ സ്വാസ്ഥ്യത്തെ നമുക്ക് നൽകുമ്പോൾ കാഴ്ചകളിലാണ് സമാധാനം ഇരിക്കുന്നത് എന്ന് കരുതി ഒരു കാഴ്ചയിൽ നിന്ന് മറ്റൊരു കാഴ്ചയിലേക്ക്, അതിൻ്റെ പിന്നിൽ നിന്ന് മറ്റൊരു കാഴ്ചയിലേക്ക് നിരന്തരമായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം താൻ കണ്ട കാഴ്ചക്കപ്പുറത്തുള്ള ഒരു കാഴ്ച കണ്ടാൽ തനിക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് ആ കാഴ്ച കാണാനുള്ള അവസരമില്ലാതിരിക്കുമ്പോഴൊക്കെ അസ്വസ്ഥമാകുന്ന ഒരു ബോധത്തെ സൃഷ്ടിക്കാൻ അനുഭൂതി നിറച്ച ഒരു കാഴ്ച കാരണമായി തീരും എന്നത് നാം മറക്കാതിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് അതീവ ധ്യാനാത്മകമായ ഉണർവിനെ ഉണർത്തിത്തരുന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ ആ വാക്കിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അതിനപ്പുറത്തിരിക്കുന്ന ഒരു വാക്കിൽ അതിനേക്കാൾ ഉദാത്തമായ അനുഭൂതി ഉണ്ടെന്ന് ധരിച്ച് ഒരു വാക്കിലൂടെ നാം അനുഭവിച്ച അനുഭൂതിയിൽ നിന്ന് വാക്കിലാണ് അനുഭൂതി ഇരിക്കുന്നത് എന്ന ധാരണ ഉദിക്കുകയും അതിനപ്പുറത്ത് അതിനേക്കാൾ ഉദാത്തമായ വാക്ക് തേടി അലയാനുള്ള കാതിൻ്റെ സഞ്ചാരം, അസ്വസ്ഥമായ സഞ്ചാരങ്ങൾക്ക് ആ അറിവ് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഉദാത്തമായിട്ടുള്ളൊരു വാക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതി വ്യാകുലപ്പെട്ടിരിക്കാൻ, ആധി പൂണ്ടിരിക്കാൻ വാക്കിലൂടെ നാം അനുഭവിച്ച അനുഭൂതി കാരണമായേക്കാം. വാക്കിലാണ് സത്യമിരിക്കുന്നത്, ശബ്ദത്തിലാണ് സത്യമിരിക്കുന്നത് എന്ന് നമ്മൾ ധരിച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട കാമുകിയോ കാമുകനോ നമ്മളെ വന്ന് ഹൃദ്യമായി സ്പർശിക്കുന്നത് മുതൽ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹീതമായ സ്പർശം വരെ ഉള്ള ആ സ്പർശത്തിൽ നാം അഭിരമിച്ച് അതിൻ്റെ അനുഭൂതിയിൽ സത്യസന്ധമായ സമാധാനത്തോടെയും സത്യസന്ധമായ ആഴത്തോടെയും അമർന്നിരിക്കുമ്പോൾ ഹൃദ്യമായ ആഴമേറിയ സ്പർശത്തിലാണ് കരുവിൻ്റെ സ്പർശമിരിക്കുന്നത് എന്ന് ധരിച്ചാൽ അതിനേക്കാൾ ഉദാത്തമായ സ്പർശത്തെ തേടിയുള്ള ആദിയും വ്യാധിയും അലച്ചിലുകളും നമ്മെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയെ തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിലേക്ക് സ്നേഹത്തിൻ്റെ കുളിർ സ്പർശവുമായി സ്നേഹത്തിൻ്റെ പ്രപഞ്ചങ്ങൾ ഉണർന്നു വരുമ്പോൾ തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലും മനുഷ്യരിലും മറ്റ് സഹജീവികളിലും നിറഞ്ഞിരിക്കുന്ന സ്നേഹത്തിലാണ് ഞാൻ തേടുന്ന പൊരുളിരിക്കുന്നത് എന്ന് ഒരാൾ ഉറപ്പിച്ചാൽ അതിനേക്കാൾ ആഴമേറിയ സ്നേഹം അനുഭവിക്കാനായുള്ള ദാഹവുമായി സ്നേഹത്തിൽ നിന്നും സ്നേഹത്തിലേക്കും അതിൽ നിന്നും മറ്റു സ്നേഹങ്ങളിലേക്കും അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ബോധത്തെ അത് സമ്മാനിക്കും. ബുദ്ധിപരമായി വിചാരം ചെയ്ത് സ്ഥൂലമായ ലോകത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് അറിവിനെ മുറിച്ചും ചേർത്തും വിചാരം കൊണ്ട് സാധന ചെയ്ത് സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ധന്യമായ അനുഭൂതി സത്യം തന്നെയാണ്. പക്ഷേ വിചാരത്തിലാണ്, ബുദ്ധിയിലാണ് സത്യമിരിക്കുന്നത്, അറിവിരിക്കുന്നത്, കരുവിരിക്കുന്നത് എന്ന് ധരിച്ചാൽ അറിവിൽ നിന്നും അറിവിലേക്കും, ആ അറിവിൽ നിന്നും അതിനേക്കാൾ സൂക്ഷ്മമായ അറിവിലേക്കും, അതിൽ നിന്ന് അതിനേക്കാൾ സൂക്ഷ്മമായ അറിവിലേക്കും പരതി പോയി ആഴമേറിയ അനുഭൂതി നൽകിയ വിചാരം ചെയ്ത അറിവുകൾ കൂടുതൽ ആഴമേറിയ അസ്വാസ്ഥ്യത്തിന് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. വിചാരത്തിലാണ്, ബുദ്ധിയിലാണ്,
കരുവിരിക്കുന്നത് എന്ന് നാം ധരിച്ചാൽ. ഐന്ദ്രികവും മാനസികവും ബുദ്ധിപരവുമായ വിഷയലോകങ്ങളിലാണ്, ധന്യത നൽകുന്ന വിഷയലോകങ്ങളിലാണ് സത്യമിരിക്കുന്നത് എന്ന് ധരിച്ചാൽ ആ അനുഭൂതികളെല്ലാം എന്നേക്കുമായ അസ്വസ്ഥതകൾക്ക് കാരണമായി തീരും എന്നത് നാം മറക്കാതിരിക്കണം. ഹിമാലയത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് പോയി ഹിമാലയ പർവ്വത നിരകളുടെ അതിമനോഹരമായ കാഴ്ചകൾക്ക് മുമ്പിൽ ആഴമാർന്ന അനുഭൂതിയോടെ ഇരുന്ന് തിരിച്ചിറങ്ങി വന്നിട്ട് അടുത്ത വർഷവും അവിടെ പോകാൻ കഴിയാത്തതിനെ പ്രതി ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ആൾ അനുഭവിച്ച ഹിമാലയ അനുഭവം നമ്മൾ ഭയപ്പാടോടെ കാണേണ്ടതാണ്. അത് അപകടകരമായ ഒരു യാത്രയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നേരെ മറിച്ച് ഹിമാലയത്തിൻ്റെ ഔന്നത്യങ്ങളിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയോരങ്ങളിൽ പോയി, കടലോരങ്ങളിൽ പോയി, കുന്നിൻ മുകളിൽ പോയി, പാടശേഖരങ്ങളുടെ നടുവിൽ ചെന്ന് നിന്ന് പ്രകൃതിയുടെ വിശ്വവശ്യമായ സൗന്ദര്യത്തെ ആവോളം നികർന്ന് തിരിച്ചു വന്നിട്ട് നാം നമ്മുടെ മുറിയിലിരിക്കുമ്പോൾ ആ ഹിമാലയ പർവ്വത നിരകളോ ആ താഴ്വരകളോ ആ പാടശേഖരങ്ങളോ ആ പുഴയോരമോ ആ കടൽ തീരയോ ഒന്നും തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നതല്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും അത് കൂടെയുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നുവോ അത് ഇവിടെ ഇരിക്കുമ്പോഴും ഉണ്ട്. തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നതല്ല ഇതൊന്നും തന്നെ. പക്ഷെ ഒരു ശരീരം എനിക്കുള്ളതുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ എനിക്കുള്ളതുകൊണ്ട്, മനസ്സ് എനിക്കുള്ളതുകൊണ്ട്, ബുദ്ധി എനിക്കുള്ളതുകൊണ്ട് അതിന് വിഷയമായിരിക്കുന്ന എല്ലാറ്റിൻ്റെയും അനുഭൂതികളെ, അതിന് വിഷയമായിരിക്കുന്ന എല്ലാം പകർന്നു തരുന്ന ധന്യതകളെ, അതിൻ്റെ എല്ലാ ആഴത്തിലും പരപ്പിലും ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുമ്പോഴും അതിലൊന്നുമല്ല, അല്ലെങ്കിൽ അതിൽ മാത്രമായിട്ടല്ല സത്യമിരിക്കുന്നത്. ഞാൻ എൻ്റെ ഉള്ളിൽ അനുഭവിച്ച അനുഭൂതി ആ ഇടങ്ങൾ പകർന്നു തന്നതല്ല. ആ ഇടങ്ങളെല്ലാം അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും ആ വിഷയവും ആ വിഷയം എനിക്ക് പകർന്നു തന്ന ധന്യതയും അനന്യമായിരിക്കുന്നതാണ്, തന്നിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നതാണ് എന്ന ഒരു അറിവിൽ ഒരാൾ നിവർന്നിരിക്കുമ്പോൾ അയാൾ കണ്ട കാഴ്ച വീണ്ടും കാണണം എന്ന ആദി കൊതി ആ വ്യക്തിത്വത്തിൽ ഉണർന്നു വരികയില്ല. എല്ലാ കാഴ്ചകളിലൂടെയും, എല്ലാ സ്പർശങ്ങളിലൂടെയും, എല്ലാ കേൾവികളിലൂടെയും, എല്ലാ മാനസികാനുഭവങ്ങളിലൂടെയും, എല്ലാ വിചാരാനുഭൂതികളിലൂടെയും ഒക്കെ പരിപൂർണമായ സത്യസന്ധതയോടെയും പരിപൂർണമായ ഒഴുക്കോടെയും പരിപൂർണമായ ആഴത്തോടെയും നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുമ്പോഴും താൻ തന്നെയാണ് അതൊക്കെയായിരിക്കുന്നത്. അതൊന്നും തന്നിൽ നിന്ന് വേറെയായിരിക്കുന്നതല്ല. ഞാൻ, അറിവ്, അറിയുന്ന വിഷയം എന്നിങ്ങനെ വേറെ വേറെയായിരിക്കുന്നില്ല. എൻ്റെ ഈ യാത്രയിൽ ഞാൻ കടന്നു ചെല്ലുന്നതായ ഇടങ്ങളും എന്നിലേക്ക് കടന്നു വരുന്നതായ ഇടങ്ങളും എല്ലാം തന്നെ സുന്ദരമാണ് എന്നും എല്ലാം തന്നെ പോലെ തന്നെ താൻ തന്നെ ആയിരിക്കുന്നതാണ് എന്നും എല്ലാം അറിവായി തന്നെയാണ് ഇരിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞ് എൻ്റെ വീട്ടുമുറ്റത്തുള്ള പുൽക്കൊടിയെയും ഞാൻ ദൂരങ്ങൾ താണ്ടിപ്പോയി അനുഭവിച്ച ഹിമാലയ പർവ്വത നിരകളെയും ഒരുപോലെ ഹൃദ്യതയോടെയും അനുഭൂതിയോടെയും അനുഭവിക്കാൻ കഴിയാത്തിടത്തോളം കാലം എല്ലാ ഉദാത്തമായ അനുഭൂതികളും പകരുന്ന വിഷയപ്രപഞ്ചങ്ങൾ കൂടുതൽ കൂടുതൽ അസ്വസ്ഥമായ ദിനങ്ങളെയായിരിക്കും നമുക്ക് സമ്മാനിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അറിവിലിരുന്നപരത്വമാർന്നിടാതെ ഈ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയേ താൻ.
പരവശനായി അറിവീല. അറിവ് വേറെ, അറിയുന്നവൻ വേറെ എന്ന ഭേദബുദ്ധിയില്ലാതെ, അറിവിൽ നിന്ന് അന്യമല്ലാതെ ഇരിക്കുന്നതാണ് സർവവും എന്ന് അറിയാതെ, മറ്റു വിഷയങ്ങളിലാണ് അറിവിരിക്കുന്നത്, സമാധാനമിരിക്കുന്നത്, സ്വാസ്ഥ്യമിരിക്കുന്നത് എന്ന് ധരിച്ച് വിഷയങ്ങളിലേക്ക് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ബോധത്തോടു കൂടിയിരിക്കുന്നവൻ ഒരിക്കലും പണ്ഡിതൻ തൻ പരമരഹസ്യം ഇങ്ങ് ഇതാര് പാർത്തിടുന്നു. അങ്ങനെയുള്ളവരാരും അറിവിനെ അറിയില്ല. എന്നും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ കൂടുതൽ വെളിച്ചം തരുന്ന, കൂടുതൽ കൂടുതൽ ഉണർവ് തരുന്ന വിഷയങ്ങൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ സ്വാസ്ഥ്യങ്ങളും മറ്റൊരു അസ്വാസ്ഥ്യത്തിന് കാരണമായിട്ട് മാറും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യേണ്ടതെന്നാണോ? കാഴ്ചകൾ കാണണ്ട എന്നാണോ? ഉദാത്തമായ നാദങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊടുക്കണ്ട എന്നാണോ? അല്ല. എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ അനുഭവമായിരിക്കുന്ന ലോകവും, ഇപ്പോൾ ഞാൻ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഇവിടെ ഇരുന്നു കൊണ്ട് അനുഭവിച്ചിരുന്ന ലോകവും, അങ്ങകലെ ഹിമാലയത്തിലും പുഴയോരങ്ങളിലും കടൽ തീരങ്ങളിലും പാടശേഖരങ്ങളിലും എല്ലാം അനുഭവിച്ചിരുന്ന ലോകവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാം അറിവായി തന്നെ ഇരിക്കുന്നതാണ്. ഒന്ന് മികച്ചതും മറ്റത് കുറഞ്ഞതുമായി തോന്നുന്നത് ഞാൻ നിർവചിച്ചതിലുള്ള തെറ്റ് മാത്രമാണ്. എന്നിൽ നിന്ന് അന്യമായ ഒരറിവും, എന്നിൽ നിന്ന് അന്യമായ ഒരു വിഷയവും വേറെ എവിടെയും ഇരിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ്, എവിടെയൊക്കെയാണോ നമ്മൾ ആയിരിക്കുന്നത് അവിടെയെല്ലാം നമ്മൾ അറിവിനെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ, എല്ലായിടത്തും ഹിമാലയത്തെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ, എല്ലായിടത്തും ഹിമാലയം പകർന്നു തന്ന ധന്യതയെ അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇതിനപ്പുറത്ത് ഉള്ള ഒരു സൗന്ദര്യത്തെ തേടുന്ന ബോധം നമ്മളിൽ നിന്ന് അറ്റുപോവുകയും, ഇത് തന്നെയാണ് സൗന്ദര്യമായിരിക്കുന്നത്, അത് ഹിമാലയമായാലും താഴ്വരകളായാലും കടലായാലും പുഴയായാലും പാടമായാലും ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ മുറിയായാലും എൻ്റെ വീട്ടുമുറ്റത്തുള്ള പുൽക്കൊടിയായാലും പൂവായാലും മരങ്ങളായാലും സുഹൃത്തുക്കളായാലും എല്ലാം ഒരറിവ് തന്നെയാണ് നിറവാർന്നിരിക്കുന്നത് എന്ന് തെളിഞ്ഞ് അറിവിലിരുന്നപരത്വമാർന്നിടാതെ ഞാൻ വേറെ അറിവ് വേറെ എന്ന വേർതിരിവില്ലാതെ ഈ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയേ താൻ. ഈ അറിവ്, അറിയുന്ന ആൾ, അറിയുന്ന വിഷയം അത് വേറെ വേറെയല്ല എന്ന് അറിഞ്ഞ് ഒരേ ഒരു കരു തന്നെയാണ് എല്ലാം ആയിരിക്കുന്നത് എന്ന് തെളിഞ്ഞ് ആ അറിവിൽ അമരാതെ പരവശനായി വിഷയങ്ങളിലാണ് ആത്മം അല്ലെങ്കിൽ കരു ഇരിക്കുന്നത് എന്ന് കരുതി ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വിഷയപ്രപഞ്ചത്തിൽ മാത്രം തേടി അലഞ്ഞാൽ നാം അറിവിനെ അറിയില്ല. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇത് ആര് പാർത്തിടുന്നു? ഉണർവ് വന്ന തെളിഞ്ഞ മഹാഗുരുക്കന്മാരുടെ ആ പരമരഹസ്യം, ആ ഒരു അറിവ് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അറിവിലിരുന്ന് അപരത്വമാർന്നിടാതെ ഈ അറിവിനെ
ഇങ്ങറിയുന്നതെന്നിയേ താൻ പരവശനായി അറിവീല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. ഇതൊരു വലിയ അപകടം പിടിച്ച ഒരു ഏരിയ. ഞാൻ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരെ കണ്ടിട്ടുള്ളത് യാത്രികർക്കിടയിൽ. ലോകത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടു തീർത്തിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് ഒരിടത്തിരിക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന യാത്രികർ. ആസ്വാദകരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഒരു 5 യാത്ര ചെയ്തു കഴിഞ്ഞാൽ യാത്ര ചെയ്യാതെ ഇരിക്കുന്ന ദിവസങ്ങൾ മുഴുവൻ അവർക്ക് നഷ്ടങ്ങളാണ്. അങ്ങനെയാണ് ഒരാൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ യാത്രയേക്കാൾ വലിയ ദുരിതമില്ല. നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സംഗീതത്തിൻ്റെ ആഴങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സംഗീതം കേൾക്കാതെ 2 ദിവസം ഇരുന്നത് എനിക്ക് നഷ്ടമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ആളുടെ സംഗീതാസ്വാദനം അപകടം പിടിച്ചതാണ്. നമ്മളൊരു സുഹൃത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ആ സുഹൃത്തിൻ്റെ ഹൃദ്യമായിട്ടുള്ള സാന്നിധ്യത്തിൽ പരിപൂർണമായി നിറഞ്ഞിരുന്ന് ആ സുഹൃത്ത് നമ്മളെ വിട്ടു പോകുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് നഷ്ടം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ സൗഹൃദ സാന്നിധ്യം ദുരിതം പിടിച്ചതാണ്, അപകടകരമാണ്. നമ്മൾ ഏതോ ഒരു സമയത്ത് അറിവിൻ്റെ മഹത്തായിട്ടുള്ള ലോകങ്ങളിലൂടെ വിചാരം ചെയ്ത് സഞ്ചരിച്ച് ആ ഒരു ചിന്തയിലൂടെ കിട്ടുന്ന ഒരു അറിവ് നമ്മളെ പ്രകാശപൂർണമാക്കിയിട്ട് ആ ചിന്ത കടന്നു പോയി കഴിഞ്ഞു ബാക്കി നമ്മൾ ചിന്തയില്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം നമുക്ക് നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വിചാരം അപകടകരമാണ്. വളരെ വാത്സല്യത്തോടുകൂടി നമ്മളെ ചേർത്ത് പിടിച്ച് സ്നേഹം പകർന്നു തരുന്ന ഒരു കാമുകനോ കാമുകിയോ ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ സുഹൃത്തോ ഏറ്റവും ധന്യമായ നിമിഷങ്ങളെ പകർന്നു തന്നിട്ട് അവരകന്നു പോയി കഴിഞ്ഞാൽ ബാക്കി നിമിഷങ്ങൾ മുഴുവൻ ശൂന്യമായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്നേഹം അപകടകരമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നവരിലാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരെ അനുഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാര് പാർത്തിടുന്നു എന്ന ഒരു ചോദ്യം, ഗുരുവിൻ്റെ ചോദ്യം നമ്മളോടൊക്കെ ചോദിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. ആദ്യകാലത്തുള്ള യാത്രകളിൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, ആദ്യം യാത്ര ചെയ്തിരുന്നതും ഇപ്പോഴുള്ള എൻ്റെ മാനസികാവസ്ഥ ഞാൻ ആലോചിക്കാറുണ്ട്. അടുത്ത വർഷം ഹിമാലയത്തിൽ പോയില്ലെങ്കിൽ മരിച്ച പോലെയാണ് തോന്നുന്നത്. ഹിമാലയം മാത്രമാണ് ജീവിതം തരുന്നത് എന്നും ബാക്കിയുള്ള ഇടങ്ങളൊക്കെ നിർജീവമാണെന്നും തോന്നിപ്പിക്കുന്നതായിരുന്നു എൻ്റെ ഹിമാലയ യാത്രയെങ്കിൽ ആ ഹിമാലയം പോലെ ഒരു മായ എൻ്റെ ജീവിതത്തിൽ വരാനില്ല. പക്ഷെ ഹിമാലയത്തെ കണ്ട്, ഹിമാലയം പോയി കണ്ട് അതിൻ്റെ എല്ലാ വൈവിധ്യവും അതിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഈ കാരമടയിലുള്ള ചുറ്റുപാടുകളെയും അതുപോലെ തന്നെ വിരിഞ്ഞു നിൽക്കുന്ന അറിവാണ് ഇതും എന്നറിഞ്ഞ് അതേ ധന്യതയോടെ ഇതും അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നതുവരെ ഞാൻ പരവശനാണ്. എത്ര ഉദാത്തമായ അനുഭൂതി നമുക്ക് പകർന്നു തന്നാലും ആ പരവശത നമ്മളെ കൂടുതൽ കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കിക്കൊണ്ടിരിക്കും. നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള അന്തരീക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ദുരിതമാണ്. എന്നോട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ഈ കൊറോണ കാലം വന്നു 8 മാസം കഴിഞ്ഞ 8-9 മാസമായിട്ട് നിങ്ങൾ കാരമടയിൽ മുറിയിൽ അടച്ചിരിക്കും, നിങ്ങൾ നിരന്തരം യാത്ര ചെയ്തിരുന്ന ആളാണ്, ഭയങ്കര ബോറടി ആയിരിക്കൂലേ? ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു ബോറടിയില്ല. മുൻപായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു, ഒരു ബോറടിയില്ല.
വീണിടം വിഷ്ണു ലോകം. അതാണ് നമ്മുടെ ഫിലോസഫി. ഈ ഒരു കാര്യത്തിൽ മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ജീവിതത്തിൽ. പക്ഷെ ഈ വിഷയത്തിൽ കാരമട 8 മാസം 8 ദിവസം പോലെ കടന്നുപോയി. ഹിമാലയത്തിലുള്ളപ്പോൾ ഉണ്ടായിരുന്നത് പോലെ, കുടജാദ്രിക്കാട്ടിലുണ്ടായിരുന്നത് പോലെ, എവിടെയൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഇവിടെ സുഖമായിട്ട് രാവിലെയും രാത്രിയും അനുഭവിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന ഇടത്തെ അറിവായിട്ട് കാണാൻ. അപ്പൊ ഹിമാലയത്തിൽ പോകണം, ശരീരം പോകുന്നിടത്തൊക്കെ പോകാം. പോകുന്നതെല്ലാം ഒരേ ഇടത്താണ് എന്ന അറിവിലായിരിക്കണം എല്ലായിടത്തും നാം പോവേണ്ടതെന്ന് മാത്രം. ഇപ്പൊ ഞാനിവിടെ ഇരുന്നിട്ട് ഈ കാരമട ഞാൻ താമസിക്കുന്നിടത്ത് ഇരുന്നിട്ട് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് എൻ്റെ മുറിയിലാണ്. കുറച്ച് ഞാൻ ഹാളിലേക്ക് പോകും, രാവിലെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങും. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ പല സ്ഥലങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ കാരമട അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അയ്യോ എനിക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റില്ല, ഇവിടെ ആസ്വദിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കാണുമ്പോഴും, പുറത്തിറങ്ങി കാണുമ്പോഴും, അടുക്കളയിൽ ഇരുന്ന് കാണുമ്പോഴും, ഇനി ഒരു ആംഗിൾ ഒരു ദിവസം കാണുന്ന ആകാശമല്ല പിറ്റേ ദിവസം ഞാൻ കാണും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ആകാശമാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു ഇവിടെ ഇരുന്നിട്ട് ഈ റൂമിലും ഈ പുറത്തും ഈ പുറത്തിറങ്ങിയിട്ടും അങ്ങോട്ട് നോക്കിയിട്ടും ഇങ്ങോട്ട് നോക്കിയിട്ടും ഒക്കെ കാണുന്നത് പോലെയേ ഉള്ളൂ ഹിമാലയത്തിൽ പോകുന്നതും സ്വിറ്റ്സർലൻഡിൽ പോകുന്നതും ഇംഗ്ലണ്ടിൽ പോകുന്നതും എവിടെ പോകുന്നതും എന്ന് അറിയുന്ന ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ, എവിടെ പോയാൽ സന്തോഷം, പോയില്ലെങ്കിലും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നവനാണ് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടാവും. അല്ലാതെ സ്വിറ്റ്സർലൻഡിലും ഹിമാലയത്തിലും പുഴയുടെ തീരത്തും കടലിന്റെ തീരത്തും മലയുടെ മുകളിലും മാത്രമാണ് ആസ്വാദ്യമായിട്ടുള്ള ഇടങ്ങളുള്ളത് എന്ന് തെറ്റിദ്ധരിച്ചാൽ അത് മായയാണ്. അത് നമ്മൾ അധ്യാരോപമാണ്. കണ്ടീഷനിങ് എന്ന് പറയും. അപകടകരമായ കണ്ടീഷനിങ് ആണ്, അസ്വസ്ഥതയാണ്. എന്നെ എത്ര പേരാണ് എല്ലാ വർഷവും ഹിമാലയത്തിൽ പോകുന്നൊരു സുഹൃത്ത് വിളിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളെ ഉറക്കം കിട്ടുന്നില്ല. ഈ വർഷം ഹിമാലയത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് കരഞ്ഞു വിളിക്കുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, നീ ഹിമാലയത്തിൽ പോയതാണ് നിന്റെ ദുരിതം, അല്ലാതെ അനുഗ്രഹമല്ല. കാലത്തിന് വിട്ടുകൊടുക്കുക. എല്ലായിടവും അറിവായി തന്നെ വിരിഞ്ഞു നിൽക്കുന്നതാണ്. വ്യത്യസ്തമായ ഇടങ്ങളിൽ പോയി ആസ്വദിച്ചു വരുമ്പോഴും നാം സംതിങ് എന്തോ ഡിഫറൻ്റ് ആയിട്ട് ആസ്വദിച്ചു എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. ഒന്നുമില്ല, ഈ മുറിയിലിരുന്ന് ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിന്റെ ആഴത്തിലൂടെ ധ്യാനാത്മകമായി സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയിൽ കൂടിയ ഒന്നും ഹിമാലയത്തിൽ അനുഭവിച്ചിട്ടില്ല. ഇതെന്നെ അനുഭവിച്ചിട്ടുള്ളൂ. ഇതിന്റെ വ്യത്യസ്തമായ ഭാവരൂപങ്ങളെ അനുഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും പുഴുങ്ങി വെച്ചിട്ടൊന്നുമില്ല. എവിടെയും ഒരൊറ്റ പുഴുങ്ങലേ ഉള്ളൂ, ഈ പ്രപഞ്ചം എന്ന പുഴുങ്ങൽ. ആ പ്രപഞ്ചം എന്ന കിളിക്കൂടിനെ, ആ ഒരു ചെറിയ ഇടത്തെ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇടമാണ്, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു അറിവിൻ്റെ വ്യത്യസ്തമായ ഭാവരൂപങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ ഇരുന്ന് ഗുരുവിൻ്റെ ആ ഒരു ദർശന ഗരിമയിലൂടെ, ആ ഒരു മൗനത്തിലൂടെ ആഴത്തിൽ സഞ്ചരിച്ച് നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു കുളിരുണ്ട്, അത് തന്നെ അവിടെ അനുഭവിച്ചിട്ടുള്ളൂ. ഇതേപോലെ അവിടെ ഇരുന്നിട്ടുള്ളത്, സ്വെറ്റർ ഇട്ടിട്ട് ഇരുന്നുണ്ട് എന്ന് മാത്രം. നല്ല തണുപ്പുള്ളതുകൊണ്ട് നല്ല തീയൊക്കെ കൂട്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. മങ്കി ക്യാപ്പും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് ഹിമാലയ പർവ്വത നിരകൾ നോക്കി കണ്ണടച്ചിട്ടാണ് കൂടുതൽ ഇരുന്നിട്ടുള്ളത്, കണ്ണ് തുറന്നിട്ടല്ല. കുടജാദ്രിക്കാട്ടിൽ പോയിട്ടും കണ്ണടച്ചിട്ടാണ് കൂടുതൽ ഇരുന്നിട്ടുള്ളത്. ഏത് ഹൃദ്യത നൽകിയ കാഴ്ചയുടെ മുമ്പിലും കണ്ണടച്ചിട്ടായിരുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട കാമുകിയുടെ അടുത്തിരിക്കുമ്പോഴും കണ്ണടച്ചിട്ടായിരുന്നിട്ടുള്ളത്. നല്ല പാട്ട് കേട്ടപ്പോഴും കണ്ണടച്ചിട്ടായിരുന്നത്. ഇവിടെ ഇരുന്ന് ഗുരുവിനെ പറയുമ്പോഴും കണ്ണടച്ചിട്ടായിരിക്കുന്നത്. ഈ കണ്ണടച്ച് നോക്കുന്ന ഇടം ഹിമാലയത്തിലായാലും കുടജാദ്രിയിലായാലും സുഹൃത്തിൻ്റെ അടുത്തായാലും പുഴയുടെ തീരത്തായാലും കടപ്പുറത്തായാലും കുന്നിൻ്റെ മുകളിലായാലും ഈ മുറിയിലായാലും ഒരേ ഒരു ഇടത്തിലേക്ക് നോക്കിയിട്ടാണ് ഇരുന്നിട്ടുള്ളത്. അതും ആ വിഷയവും വേറെ വേറെ ആയിരുന്നില്ല. അറിവിലിരുന്നപരത്വമാർന്നിടാതെ ഈ അറിവിനെ
അറിവിനെയെങ്ങറിയുന്നതെന്നിയെ താൻ പരവശനായി അറിവീല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാര് പാർത്തിടുന്നു എന്നാണ് ഗുരു ചോദിക്കുന്നത്. എല്ലാ യാത്രകളും ആസ്വദിക്കുമ്പോഴും ഒരു യാത്രയും ചെയ്യാതിരിക്കുമ്പോഴും അതുപോലെ ആസ്വദിക്കാൻ കഴിയുന്നവരാരോ അവരാണ് അറിവിലിരുന്ന് അറിവിൻ്റെ വിഷയം വേറെ വേറെയാണ് എന്ന് കരുതാതെ എല്ലാം അറിവ് തന്നെയാണ് എന്ന് അറിയുന്നവർ. അവർ പരവശരല്ല. അതുകൊണ്ട് നമ്മുടെ ആസ്വാദ്യ ലോകങ്ങളെ പ്രതി നമ്മൾ ശ്രദ്ധാലുക്കളാവേണ്ടതും കൂടിയുണ്ട് എന്നുള്ളതാണ്. നമ്മളത് പരവശതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, പരവശരാക്കി അവശരാക്കുന്നുണ്ടെങ്കിൽ അനുഭൂതികളെ, വിഷയങ്ങൾ നൽകുന്ന അനുഭൂതികളെ നമ്മൾ ഭയക്കണം. എന്നാൽ എല്ലാ വിഷയങ്ങളിലും ആത്മതത്വത്തെ അനുഭവിക്കാൻ കഴിയുകയും വ്യത്യസ്തമായ വിഷയങ്ങളെ പോയി ആസ്വദിക്കുകയും എന്നാൽ അവിടെയാണ് മികച്ചത് എന്ന് കരുതാതെ എവിടെയും മികച്ചതാണ് എന്ന് അറിയുകയും ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ യാത്രയും ധന്യമാണ്. അതിവിടെ ഇരിക്കുമ്പോഴും അവിടെ ഇരിക്കുമ്പോഴും ധന്യതയാണ്. അങ്ങനെയുള്ളവർക്ക് പറയുന്നതാണ് അറിവിലിരുന്ന് അപരത്വമാർന്നിടാതെ ഈ അറിവിനെയെങ്ങറിയുന്നതെന്നിയെ താൻ. അറിവിലിരുന്ന് അപരത്വമാർന്നിടാതെ ആ ഇന്ന അറിവുകളിലാണ് സംഭവമൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ, സംഭവം ഇരിക്കുന്ന വിഷയം വേറെ എന്ന് കരുതി ആ വിഷയങ്ങൾക്ക് പിന്നാലെ പായുന്ന മനസ്സോടുകൂടിയിരിക്കുന്നവർ ഈ അറിവിൽ തന്നെയാണ്, എല്ലാറ്റിലും ഇരിക്കുന്നത് അറിവ് തന്നെയാണ് എന്ന് അറിയാതെ പരവശരായി വിഷയങ്ങളിലാണ് സത്യമിരിക്കുന്നത്, അനുഭൂതി ഇരിക്കുന്നതെന്ന് ധരിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അറിയില്ല, കരുവിനെ അറിയാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവരുടെ എല്ലാ ഐന്ദ്രിയവും മാനസികവും ബുദ്ധിപരവുമായ അനുഭൂതികൾ അവരെ സമാധാനത്തേക്കാൾ കൂടുതൽ അസമാധാനത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാത്തവർക്ക് എല്ലാ ഐന്ദ്രികാനുഭവങ്ങളും എല്ലാ മാനസികാനുഭവങ്ങളും എല്ലാ ഭൗതിക അനുഭവങ്ങളും വിഷയലോകങ്ങളും അതീവ ഹൃദ്യമായിരിക്കും. അവർ ഇത് കുറഞ്ഞതും അത് കൂടിയതാണ് എന്നും പറയുന്നവരായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു ബോധത്തോടു കൂടി നമുക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കബീർ പറഞ്ഞ പോലെ എല്ലാ കല്ലും എനിക്ക് കാബയിലെ കല്ലാണ്, എല്ലാ ജലവും എനിക്ക് ഗംഗയിലെ ജലമാണ്, എല്ലാ ജലവും എനിക്ക് പുണ്യജലമാണ്, എല്ലാ ദിക്കും എനിക്ക് ദൈവത്തിന്റെ ദിക്കാണ്. അല്ലാണ്ട് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എല്ലാ ദിക്കിനെയും ദൈവത്തിന്റെ ദിക്കാക്കിയിട്ടും എല്ലാ കല്ലിനെയും കാബയിലെ കല്ലാക്കിയിട്ടും എല്ലാ ജലത്തെയും ഗംഗാജലമായിട്ടും എല്ലാ വാക്കുകളെയും മന്ത്രങ്ങളായിട്ടും എല്ലാ രൂപങ്ങളെയും ദൈവരൂപങ്ങളായിട്ടും കാണാൻ കഴിയാത്തിടത്തോളം ഗംഗാജലം മാത്രം പുണ്യം, സംസം ജലം മാത്രം പുണ്യം, കാബയിലെ കല്ല് മാത്രം പുണ്യം, ഹിമമല മാത്രം മല, കൈലാസം മാത്രം ഉത്കൃഷ്ടം എന്ന് കരുതുന്ന മനുഷ്യർക്ക് പറയുന്ന പേരാണ് പരവശർ. അവർ പരവശരാണ്. ഒരിക്കലും സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല. നേരെ മറിച്ച് എല്ലാ കല്ലിലും എല്ലാ വെള്ളത്തിലും എല്ലാ ദിക്കിലും എല്ലാ ആകാശങ്ങളിലും എല്ലാ കുന്നിലും എല്ലാ മലയിലും ഒരേ ഒരു അറിവാണ്, ഞാനും അതും തമ്മിൽ ഒരു ഭേദവുമില്ല എന്ന ആത്മവശത്തേക്ക് ഉണരാത്തിടത്തോളം കാലം കരുവിനെ തൊടാൻ പോകുന്നില്ല. ഈ പണ്ഡിതൻ തൻ പരമരഹസ്യം ഇത് ആര് പാർത്തിടുന്നു എന്നാണ് നാരായണ ഗുരു നമ്മോട് ചോദിക്കുന്നത്. ഭക്തന്മാർക്ക് ദേഷ്യം പിടിക്കും. ഇതൊക്കെ പറഞ്ഞാൽ ഭക്തന്മാർക്ക് ഇഷ്ടപ്പെടില്ല. ഹിമാലയം പോലെയാണോ കാരമട, ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കും. ഗംഗാജലം പോലെയാണോ ഇവിടുത്തെ ബോർവെള്ളം, അതെ. കാബയിലെ കല്ല് പോലെയാണ്, ഞങ്ങൾ കാരമടയിൽ കൊണ്ടുവന്ന് ഇപ്പോൾ കുഴിച്ചിട്ടുള്ള കല്ലും കാബയിലെ കല്ലും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അങ്ങനെ പറയാത്തോടത്തോളം കാലം
ചിലത് മാത്രം വിശുദ്ധമായിരിക്കുകയും ബാക്കിയൊക്കെ കുറഞ്ഞതായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പരവശരാണ്. ചില ഇടങ്ങൾ മാത്രം ഗംഭീരവും ബാക്കി ഇടങ്ങൾ മാത്രം ഗംഭീരമല്ലാതിരിക്കുകയും ചെയ്യുന്നത് ആ ഇടങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന അറിവിലേക്ക് ഉണരാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഗുരുക്കന്മാര് നമ്മളെ അഴിച്ചു പണിയാൻ ആശ്രമിക്കുന്നു. അവിടെ ഗുരുക്കന്മാരോട് ഭക്തി മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മളെ അഴിച്ചു പണിയാൻ തയ്യാറാണ്. എളുപ്പമുള്ള കാര്യമല്ല അത്. ആ അഴിച്ചുപണിയൽ നടക്കാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ പരവശരായിട്ട് ഇങ്ങനെ നടക്കും. ഇന്ന് ഞാൻ പുസ്തകം വായിച്ചില്ല, ഇന്ന് ഞാൻ പാട്ട് കേട്ടില്ല, ഇന്ന് ഞാൻ ധ്യാനിച്ചില്ല, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കര അസ്വസ്ഥരാകുന്നത് കാണാറുണ്ട്. ജീവിതത്തെ പ്രാർത്ഥനയാക്കാനും ജീവിതത്തെ സംഗീതമാക്കാനും ജീവിതത്തെ പുസ്തകം വായനയാക്കാനും ജീവിതത്തിലെ ഓരോ നിമിഷവും യാത്രയായി അറിയാനും, അല്ലാതെ രാവിലെ കെട്ടുംപൂട്ടെടുത്തിട്ട് ഹിമാലയത്തിലേക്കോ അല്ലെങ്കിൽ മലയിലേക്കോ പുഴയിലേക്കോ പോണത് മാത്രം യാത്രയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ യാത്ര അപകടകരമാണ്. ജീവിതം ഒരു യാത്രയാണ്, ജീവിതം ഒരു പ്രാർത്ഥനയാണ്, ജീവിതം ഒരു ധ്യാനമാണ്, ജീവിതം ഒരു വിശുദ്ധ സഞ്ചാരമാണ് എന്നൊരറിവിലേക്ക് ഉണരുന്നതിനെ പറയുന്ന പേരാണ് അറിവിലിരുന്ന് അപരത്വമാർന്നിടാതെ ഈ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയെ താൻ പരവശനായ അറിവീല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. ഇരിക്കുന്ന ഇടം വിഷ്ണു ലോകമാക്കി മാറ്റുക, ഇരിക്കുന്ന ഇടം സ്വർഗം. ഇതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തില്ല, ഇത് ഉള്ളത് ഇത്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന മുഞ്ചീത മാ ഹൃദകസ്യ സിദ്ധനം. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതുകൊണ്ട് ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് ചരിക്കമുക്തനായി. അല്ലാതെ അവിടെ പടിഞ്ഞാറും കിഴക്കും എവിടെയൊക്കെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്, ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ ചെകുത്താനാണ് ഇരിക്കുന്നത്. ആ അറിവാണ് പരവശൻ എന്ന് പറയുന്നത്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് ചരിക്കമുക്തനായി. എപ്പോഴും നാം യാത്രികരാണെന്ന് അറിയുന്നവനാണ് യാത്രികൻ. എപ്പോഴും ഞാൻ യാത്രയിലാണെന്ന് എപ്പോഴാണ് നാം തിരിച്ചറിയുന്നത്, അതുവരെ നമ്മൾ യാത്രികരല്ല. അറിയാത്തിടത്തോളം കാലം നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ യാത്ര ചെയ്യാത്തവരാണ്, കുടുങ്ങിക്കെടുക്കുന്നവരാണ്. ജീവിക്കുന്ന ഓരോ നിമിഷവും യാത്രയിലാണ്, ജീവിക്കുന്ന ഓരോ നിമിഷവും പ്രാർത്ഥനയിലാണ്, ജീവിക്കുന്ന ഓരോ നിമിഷവും ധ്യാനത്തിലാണ്, ജീവിക്കുന്ന ഓരോ ഇടവും വിശുദ്ധമാണ്. ജീവിക്കുന്ന ഓരോ ഇടവും ഹിമാലയം പോലെയും കാട് പോലെയുമാണ് എന്ന ഒരു അനുഭവത്തിലേക്ക് ഉണർന്നു വരാൻ കഴിയാത്തിടത്തോളം കാലം, അറിവിലിരുന്ന് അപരത്വമാർന്നിടാതെ ഈ അറിവിനെ അറിയാൻ കഴിയാത്തിടത്തോളം കാലം, നാം പരവശരായി സഞ്ചരിക്കുന്നിടത്തോളം കാലം ആ അറിവിനെ നമുക്ക് അറിയാൻ കഴിയില്ല. ഈ പരമരഹസ്യം പണ്ഡിതന്മാരുടെ, വിവരമുള്ള ആളെന്നുള്ള അർത്ഥത്തിലല്ല പണ്ഡിതൻ എന്ന് പറയുന്നത്, ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. ആ അറിവിൽ ഉണർന്നിരിക്കുന്ന മഹാഗുരുക്കന്മാരുടെ ഈ ആത്മരഹസ്യം ഇങ്ങാരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് ഗുരു പറയാൻ ശ്രമിക്കുന്നത്. അറിവിലിരുന്നപരത്വമാർന്നിടാതെ ഈ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയെ താൻ പരവശനായ അറിവീല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു.
അറിവിലിരുന്നപരത്വമാർന്നിടാതെ ഈ അറിവിനെ അറിയുന്നതെന്നിയെ താൻ പരവശനായി അറിവീല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. എന്താണ് പണ്ഡിതൻ തൻ പരമരഹസ്യം? അറിവിനു ചിന്തയില്ല, ഓതിടുകയുമില്ല, അറിവെന്നറിഞ്ഞ് സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിലമർന്ന് ഉഴലുന്നതില്ല നൂനം. അറിവിനു ചിന്തയില്ല, ഓതിടുകയുമില്ല, അറിവെന്നറിഞ്ഞ് സർവം വിടുകില്ലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിൽ അമർന്ന് ഉഴലുന്നതില്ല നൂനം. അറിവിലിരുന്നപരത്വമാർന്നിടാതെ ഈ അറിവിനെ അറിയുന്നതെന്നിയെ താൻ പരവശനായി അറിവീല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു.